പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. യേശുവിൽ സ്നേഹം നിറഞ്ഞ സഹോദരങ്ങളെ, എല്ലാവരെയും ദൈവവചന ധ്യാനത്തിലേക്ക് നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ കർത്താവ് ഈശോ മിശിഹ എല്ലാവരെയും സ്വർഗം തുറന്ന് അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രിയ സഹോദരങ്ങളെ, നമുക്ക് കർത്താവിൻ്റെ തിരുവചനം നമുക്ക് ധ്യാനിക്കാം. സുഭാഷിതം പുസ്തകം 24-ാം അധ്യായത്തിൻ്റെ 30-31 തിരുവചനത്തിൽ പ്രകാരം പറയുന്നു: ഞാൻ അലസൻ്റെ വയലും ബുദ്ധിശൂന്യൻ്റെ മുന്തിരിത്തോപ്പും കടന്നുപോയി. അവിടെയെല്ലാം മുള്ളുകൾ നിറഞ്ഞിരിക്കുന്നു, നിലമാകെ കളകൾ കൊണ്ട് മൂടിയിരിക്കുന്നു, അതിൻ്റെ കൽഭിത്തി ഇടിഞ്ഞു പൊളിഞ്ഞു കിടക്കുന്നു. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഒരു കാര്യം നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ്. അലസൻ്റെ വയലും ബുദ്ധിശൂന്യൻ്റെ മുന്തിരിത്തോപ്പും. അലസത ഒരു വലിയ തിന്മയാണ്. ദൈവം നമുക്ക് നൽകിയ സമയം ദൈവമഹത്വത്തിന് വേണ്ടി നാം ഉപയോഗിക്കണം. അതോടൊപ്പം തന്നെ ഈ ഭൂമിയിൽ ജീവിക്കുന്ന ഓരോ വ്യക്തിയും അധ്വാനിക്കണം. അധ്വാനിച്ച് കിട്ടുന്ന ആ ഫലം വളരെ രുചിയുള്ളതാണ്. അധ്വാനിക്കാതെ കിട്ടുന്നതിന് യാതൊരു രുചിയുമില്ല. അധ്വാനിക്കാതെ ഉണ്ടാക്കുന്ന പണമൊക്കെ കുരങ്ങിൻ്റെ കയ്യിൽ പൂമാല കിട്ടിയതുപോലെ പിച്ചി ചീന്തി ഉത്തരവാദിത്വമില്ലാതെ കൊണ്ട് നശിപ്പിച്ച് കളയുകയുള്ളൂ. എന്നാൽ അധ്വാനിച്ച് സമ്പാദിക്കുന്ന സമ്പത്തിന് ഒത്തിരി മധുരമുണ്ട്. അതൊത്തിരി അനുഗ്രഹിക്കപ്പെട്ടതാണ്. ദൈവമായ കർത്താവ് ആദത്തോട് പറഞ്ഞു, നീ നിൻ്റെ നെറ്റിയിലെ വിയർപ്പ് കൊണ്ട് അപ്പം ഭക്ഷിക്കും. അധ്വാനിക്കണം. ഇന്ന് പല വ്യക്തികളും അധ്വാനിക്കാതെ കൊണ്ട് തെക്കോട്ടും വടക്കോട്ടും നടന്ന് കമ്മീഷനും വാങ്ങി, ദശാംശവും വാങ്ങി. കരിസ്മാറ്റിക് മേഖലയിലാണെങ്കിൽ ദശാംശം, ബ്രോക്കർമാരുടെ പരിപാടി കമ്മീഷൻ. ഇന്നെല്ലാത്തിനും കമ്മീഷൻ്റെ ഒരു മേഖലയായി മാറ്റപ്പെട്ട് കഴിഞ്ഞു. അലസനായിട്ട് ഒരു പണിയും ചെയ്യത്തില്ല. അതല്ല എങ്കിൽ മറ്റേതെങ്കിലും തട്ടിപ്പോ വെട്ടിപ്പോ ഒക്കെ നടത്തിയ അലസത മൂലം സമയം നഷ്ടപ്പെടുത്തി അവിടുന്ന് കടം മേടിച്ച് ഇവിടുന്നും കടം മേടിച്ച് വീണ്ടും വീണ്ടും കുഴിയിലേക്ക് പോയി വീഴുന്ന, ദാരിദ്ര്യത്തിൽ നിന്ന് ദാരിദ്ര്യത്തിലേക്ക് പോകുന്ന വലിയൊരു സമൂഹത്തെ നമുക്ക് കാണാൻ സാധിക്കും. ചിലരെ സംബന്ധിച്ച് ജോലിക്ക് പോകത്തില്ല, ജോലി ചെയ്യത്തില്ല. ചിലർക്ക് സർക്കാർ ജോലി, ഗവൺമെൻറ് ജോലി പോലും കിട്ടിയിട്ട് പോലും ആ ജോലിയിൽ പോലും പോകാതെ കൊണ്ട് ജോലി നഷ്ടപ്പെടുത്തിയ ആൾക്കാരും നമ്മുടെ സമൂഹത്തിൽ ധാരാളമുണ്ട്. ഈ കാലഘട്ടത്തിലുമുണ്ട് അങ്ങനെ. പ്രിയ സഹോദരങ്ങളെ, നമ്മൾ തിരിച്ചറിയണമേ അലസത. ഇവിടെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് പറയാണ്, ഞാൻ അലസൻ്റെ വയലും ബുദ്ധിശൂന്യൻ്റെ മുന്തിരിത്തോപ്പും കടന്നുപോയി. ബുദ്ധിശൂന്യൻ മുന്തിരിത്തോപ്പ് നട്ടുപിടിപ്പിച്ചാൽ ആ മുന്തിരിത്തോപ്പിൽ ചെയ്യേണ്ട ക്രമപരമായ വളങ്ങളും ഒരുക്കലും കളപറിക്കലും ഇതൊന്നും ബുദ്ധിശൂന്യൻ്റെ കയ്യിലാണ് മുന്തിരിത്തോപ്പ് കിട്ടുന്നതെങ്കിൽ അവൻ സമയത്തിന് ചെയ്തില്ല. അങ്ങനെ സമയത്തിന് ചെയ്യാതെ വരുമ്പോൾ അത് കാട് പിടിച്ച് ആ മുന്തിരിത്തോപ്പ് നശിച്ച് കിടക്കും, ഫലമില്ലാത്തൊരവസ്ഥ കിടക്കും. അലസൻ്റെ വയലും അങ്ങനെ തന്നെയാണ്. അലസൻ്റെ വയലിൽ വിത്ത് വിതച്ച് കഴിഞ്ഞാൽ ഒരുപക്ഷെ വിത്തിനേക്കാൾ കൂടുതലായിട്ട് കളയായിരിക്കും വരുന്നത്. കാരണം ആ കള പറിച്ച് കളയുവാൻ അലസന് സമയമില്ല, താല്പര്യമില്ല. അപ്പോൾ അലസനെ സംബന്ധിച്ചിടത്തോളം ഇതാണ് അലസൻ്റെയും മുന്തിരിത്തോപ്പിൻ്റെയും മേഖല. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ്. അലസൻ്റെ വയലിലൂടെയും അതുപോലെ തന്നെ ബുദ്ധിശൂന്യൻ്റെ മുന്തിരിത്തോപ്പിലൂടെയും ഞാൻ കടന്നുപോയി. അവിടെയെല്ലാം മുള്ളുകൾ നിറഞ്ഞിരിക്കുന്നു. ഇന്ന് പലപ്പോഴും അലസതയുമായിട്ട് മറ്റ് ജോലിയൊന്നും ചെയ്യാതെ കൊണ്ട് അലസതയിലിരിക്കുന്ന പല വ്യക്തികളുടെയും ഹൃദയം പലതരത്തിലുള്ള മുള്ളുകളും മുൾച്ചെടികളും കൊണ്ട് കോർത്ത് നിറഞ്ഞു നിൽക്കുന്നതാണ്. പലതരത്തിലുള്ള മുള്ളുകളും മുൾച്ചെടികളുണ്ടാകാം. രോഗത്തിൻ്റേതാകാം, വേദനയുടേതാകാം, തകർച്ചയുടേതാകാം, കടബാധ്യതയുടെ ആകാം, അതുപോലെ തന്നെ മറ്റുള്ളവരുള്ള വെറുപ്പിൻ്റെ ആകാം, അസൂയയുടെ ആകാം. ഇങ്ങനെയുള്ള പലതരത്തിലുള്ള മുള്ളുകളും പല വ്യക്തികളുടെയും ഹൃദയം നിറഞ്ഞു നിൽക്കുന്ന സാഹചര്യം ഈ സമയത്ത് നമുക്ക് ആത്മപരിശോധന ചെയ്താൽ നമുക്ക് കാണുവാൻ സാധിക്കും. ഇവിടെ പറയുകയാണ്, ഈ ആത്മാവിൻ്റെ ചൈതന്യത്തിൽ പറയുകയാണ്, കടന്നു പോകുന്ന സ്ഥലങ്ങളിലെല്ലാം അലസൻ്റെ വയലിലും
അതുപോലെ തന്നെ ബുദ്ധിശൂന്യൻ്റെ മുന്തിരിത്തോപ്പിലുമെല്ലാം മുൾച്ചെടികൾ നിറഞ്ഞു നിൽക്കുന്നു. നിലമാകെ കളകൾ കൊണ്ട് മൂടിയിരിക്കുന്നു. അതിൻ്റെ കൽഭിത്തി ഇടിഞ്ഞു പൊളിഞ്ഞു കിടക്കുന്നു. ഇന്ന് പലരുടെയും കൽഭിത്തി ഇടിഞ്ഞു പൊളിഞ്ഞു കിടക്കുകയാണ്. സംരക്ഷണം ലഭിക്കേണ്ട സംരക്ഷണ കവചമാകുന്ന കൽഭിത്തി പലരുടെയും ഇടിഞ്ഞു പൊളിഞ്ഞു തകർന്നു കിടക്കുന്നു. അതുകൊണ്ടായിരിക്കണം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് സുഭാഷിതം പുസ്തകം 18-ാം അധ്യായത്തിൻ്റെ 9-ാം തിരുവചനത്തിൽ ഇങ്ങനെയാണ് പറയുന്നത്: മടിയൻ മുടിയൻ്റെ സഹോദരനാണ്. സുഭാഷിതം 18:9 മടിയൻ മുടിയൻ്റെ സഹോദരനാണ്. ഇന്ന് മടി പിടിച്ച് ജോലി ചെയ്യാതെ കൊണ്ട്, അധ്വാനിക്കാതെ കൊണ്ട് ഓരോ വ്യക്തിയും മുമ്പോട്ട് പോകുമ്പോൾ വേറെ ചിലർ മറ്റുള്ളവരെ മുടിപ്പിക്കുന്നത് എങ്ങനെയാണെന്ന് കരുതി ചിന്തിച്ചുകൊണ്ട്, മറ്റുള്ളവരുടെ സമ്പത്ത് എങ്ങനെ കൈക്കലാക്കണമെന്ന് ചിന്തിച്ചുകൊണ്ട് ഇങ്ങനെ അധ്വാനിക്കാതെ, സമ്പത്ത് കൈക്കലാക്കാനും മനസ്സുകൊണ്ടൊക്കെ കുറേ അധ്വാനമൊക്കെ വേണം, എങ്കിലും ഇങ്ങനെ അധ്വാനിക്കാതെ കൊണ്ട് മറ്റുള്ളവരുടെ അടിച്ചു മാറ്റി ജീവിക്കുന്ന ആൾക്കാരുമുണ്ട്. വേറെ ചിലരൊക്കെ എന്ന് പറഞ്ഞാൽ രോഗമാണ്, തകർച്ചയാണെന്നൊക്കെ പറഞ്ഞ് മറ്റുള്ളവരോട് കാശ് സമ്പത്ത് മേടിച്ച് ജീവിക്കുന്നവർ, സുഖമായിട്ട് ജീവിക്കുന്നവരുണ്ട്. വേറെ ചിലർ മകളെ കെട്ടിച്ചു വിടാൻ പൈസയില്ല, നിവൃത്തിയില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പരാതിയായി പരിവട്ടമായി ഇതെല്ലാം ചോദിച്ച് മറ്റുള്ളവരിൽ നിന്ന് സമ്പത്ത് വാങ്ങിച്ച് കാര്യങ്ങളൊക്കെ നടത്തി സുഖമായിട്ട് ജീവിക്കുന്ന വ്യക്തികളുമുണ്ട്. ഒരുപക്ഷെ മകളെ കെട്ടിച്ചു വിടാൻ കാണില്ലായിരിക്കാം. ഈ കാലഘട്ടത്തിൽ ഇങ്ങനെയെല്ലാം തട്ടിപ്പിൻ്റെയൊക്കെ ഒരു കാലഘട്ടം കൂടെ കൂടിയാണ്. പ്രിയ സഹോദരങ്ങളെ, ദൈവത്തിന് മുമ്പിലിരുന്ന് നമ്മളൊരു ആത്മപരിശോധന ചെയ്യണമേ. ഞാൻ അലസനാണോ? മടിയൻ മുടിയൻ്റെ സഹോദരൻ എന്ന് പറഞ്ഞതുപോലെ അലസത എൻ്റെ ജീവിതത്തിലുണ്ടെങ്കിൽ അലസതയെ നമുക്ക് കർത്താവിൻ്റെ കരങ്ങളിലേക്ക് കൊടുത്തുകൊണ്ട് നമ്മളൊക്കെ ജോലി ചെയ്യുന്നവരായി, അധ്വാനിക്കുന്നവരായി ഇന്ന് മാറ്റപ്പെടാം. ഈശോ പറഞ്ഞ്, അധ്വാനിക്കുന്നവരും ഭാരം വഹിക്കുന്ന നിങ്ങളെല്ലാവരും എൻ്റെ അടുക്കൽ വരിക. അധ്വാനിക്കുന്ന വ്യക്തി അധ്വാനിച്ചതിന് ശേഷം കർത്താവിൻ്റെ മുമ്പിൽ ചെന്ന് കഴിഞ്ഞാൽ കർത്താവ് അധ്വാനത്തെ അഭിഷേകം ചെയ്യും, ആശീർവദിക്കും. നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം. കർത്താവ് ഈശോയെ, അലസത വലിയ തിന്മയാണെന്ന് ഞങ്ങൾ തിരിച്ചറിയുന്നു. കർത്താവ് ഈശോയെ, അലസൻ്റെ വയലിൽ മടിയൻ്റെ മുന്തിരിത്തോപ്പിലും മുൾച്ചെടികൾ നിറഞ്ഞു നിൽക്കുന്നത് പോലെ അലസ ജീവിതം നയിക്കുന്ന ഓരോ മക്കളുടെയും ഹൃദയം മുള്ളുകളും മുൾച്ചെടികളും കൊണ്ട് നിറഞ്ഞിരിക്കുകയാണെന്ന് ഞങ്ങൾ തിരിച്ചറിയുന്നു. കർത്താവെ, അവർക്കാവശ്യമായിട്ടുള്ള സംരക്ഷണ ഭിത്തിയെല്ലാം പൊളിഞ്ഞു കിടക്കുന്നു. കർത്താവെ, ഞങ്ങളുടെ സംരക്ഷണ ഭിത്തിയെ അവിടുന്ന് ഉറപ്പിക്കണമേ. പൊളിഞ്ഞു കിടക്കുന്ന മതിലുകളെ ഒന്ന് കൂട്ടിച്ചേർക്കുവാൻ, മുള്ളുകളെയും മുൾച്ചെടികളെയും ഞങ്ങളിൽ നിന്ന് ദൂരെ അകറ്റുവാൻ അങ്ങയുടെ ആത്മാവിനെ ഞങ്ങളിലേക്ക് അഭിഷേകം ചെയ്യണമേ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.